मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ മഴയിൽ ഇങ്ങനെ ചായയും വടയൊക്കെ കഴിക്കാൻ നല്ല രസമാണല്ലേ? അല്ല, ഇത് പക്കോട അല്ലേ? വീട്ടിലേക്ക് വാ, എനിക്ക് 10 തരത്തിലുള്ള പക്കോട ഉണ്ടാക്കാൻ അറിയാം. അതെ, ഇവൻ പക്കോട വെച്ച് തന്നെ പക്കോട ഉണ്ടാക്കും. എനി ഡൗട്ട്? ശരിയാ, ഇവന്റെ ടാലന്റ് വേസ്റ്റ് ചെയ്തോണ്ടിരിക്കാ. ഇവനൊരു ചായയും പക്കോടയും കട വെക്കണം. നിങ്ങൾ പിങ്കിയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അപമാനിക്കാണ്. പിങ്കിയുടെ മാത്രല്ല, ഈ കിറ്റിയുടെയും സീറ്റിയുടെയും മുന്നിൽ വെച്ചും ഇവര് നിന്നെ അപമാനിക്കുകയാണ്. പൊതുവായിട്ട് 4 പേരുടെ മുമ്പിലാണ് നാണം കെടാറ്, പക്ഷേ നീ 6 പേരുടെ മുമ്പിലാ. ഞാൻ ഇതിനേക്കാളും നല്ല പക്കോട ചെയ്തില്ലെങ്കിൽ ഞാൻ പാചകം തന്നെ അങ്ങ് വിട്ടേക്കാം. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. എന്നെ കഴുതെന്ന് വിളിക്കാറില്ലേ? പക്ഷെ ശരിക്കും നീയാണ് കഴുത. മൺസൂണിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ? മഴയത്തെല്ലാവരും പുറത്തല്ലേ കറങ്ങാൻ പോവാ. ഈ ഐഡിയ കൊള്ളാലോ. ഹണി, നീ വളരെ ഇന്റലിജന്റാ. ഇന്റലിജന്റ്. നീ പറഞ്ഞ ശരിയാണ്. വരൂ, നമുക്ക് പാനിബർ വാട്ടർഫാൾസിലേക്ക് ട്രിപ്പ് പോകാം. ഏയ്, അതൊന്നും വേണ്ട. മഴയിൽ യാത്ര ഭയങ്കര റിസ്കാ. ചേടാ, നിന്റെ കൂടെ 4 വയൽവാന്മാരില്ലേ? നീ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ല, 11 പേർക്ക് എങ്ങനെയാ കാറിൽ പോകാൻ പറ്റുക? എന്ത് 11? നിങ്ങൾ 3, ഞാൻ 4, എന്നിട്ട് 4 ബയൽവാന്മാരും. ഇങ്ങോട്ട് നോക്ക്, എന്റെ പേഴ്സണാലിറ്റി നോക്ക്. ചരിത്രം ഉണ്ടാക്കുന്ന ആൾക്കാരാ. നമ്മളെ തന്നെയാണ് വയൽവാന്മാരെന്ന് പറഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോങ് ഡ്രൈവ്, മഴ, കാറിന്റെ അകത്ത് മ്യൂസിക്, പോകുന്ന വഴിക്ക് ചോളം, ചായയും പക്കോടയും, വാട്ടർഫാളിന്റെ അവിടെ നിന്ന് നല്ല കാറ്റ്, നല്ല തണുത്ത വെളുത്ത് കുളിക്കുന്നത് നല്ല ജോളി ആയിരിക്കും. പാനിപരിച്ച വാട്ടർഫാൾസിലേക്ക് പോകാം. മുന്നോട്ട് പോ. നമ്മുടെ പട്ടണത്തിലുള്ളവരൊക്കെ ഈ മഴയത്ത് എവിടേക്കാവോ പോകുന്നത്? പാനി ബർസെ വാട്ടർഫോളിലേക്ക്. ഹണി, ദയവ് ചെയ്ത് ശല്യം ചെയ്യില്ല. ഓ, ഇത്രയും വലിയ വണ്ടിയും കൊണ്ടുവന്ന് ട്രാഫിക്കിൽ പെട്ടു. ചെറിയ വണ്ടി പോരായിരുന്നോ? സ്വീറ്റി, എല്ലാരും പോവാ. ഇങ്ങനത്തെ വലിയ വണ്ടി തന്നെ വേണം. വായു, നമുക്ക് മാങ്ങ കഴിക്കാം. ചേട്ടാ, ഇങ്ങോട്ട് വാ. ഒന്നും വേണ്ട, നിങ്ങൾ പോകൂ. മാങ്ങക്കാരൻ ദാ ദൂരേക്ക് പോയി. എനിക്ക് മാങ്ങ കഴിക്കണം. അത് അൺഹൈജീനിക് ആണ് പിങ്കി. ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങ, നിലക്കടല, ചാറ്റ്, ചൂട് പറക്കുന്ന ചായ, പക്കോട, ബേൽ എല്ലാം ഉണ്ട്. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിയോടൊപ്പം സന്തോഷമായിരിക്കുന്നു. ഹണി, പുറകുന്ന ബാസ്കറ്റ് എടുക്ക്. നിന്റെ തല പോലെ ഒന്നുമില്ലാത്ത ബോക്സ് അല്ല, എന്തെങ്കിലും ഉള്ള ബോക്സ് എടുക്ക്. എനി ഡൗട്ട്? സാധനം ഒന്നും ഇല്ലല്ലോ. ഞാനാ അത് എടുത്തു വെച്ചത്. അതെ, പക്ഷെ നീ വീട്ടിൽ വെച്ച് എന്താ പറഞ്ഞേ? ഹണി, ബാസ്കറ്റ് കാറിൽ വെക്കി എന്നല്ലേ? അതുകൊണ്ട് സാധനങ്ങളൊക്കെ കിച്ചണിൽ തന്നെ വെച്ചിട്ട് ബാസ്കറ്റ് മാത്രം എടുത്ത് ഞാൻ കാറിൽ വെച്ചു. എടാ സുഹൃത്താറേ, നിനക്ക് ഒരു ചെറിയ പണി പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലടാ. മരം ഉണ്ടോ? ഇത് ഹണിയുടെ തെറ്റാ. നിന്റെ തെറ്റാ. ഒരുത്തന്റെ പണി ആരും മറ്റൊരുത്തിന്റെ അടുത്ത് കൊടുക്കുന്നോ അവനെ കൊണ്ട് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ചീത്ത മേടിച്ചോണ്ടിരിക്കണം. എനി ഡൗട്ട്? മാങ്ങ, നല്ല പച്ച മാങ്ങ. ഹലോ സഹോദര, മാങ്ങ വിൽക്കുന്ന സഹോദര. ട്രാഫിക് ക്ലിയറായി. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. തോത്താറാമിന്റെ വണ്ടിയിൽ ലേറ്റസ്റ്റ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. എനി ഡൗട്ട്? ആ മ്യൂസിക് സിസ്റ്റം വർക്ക് ആവുന്നില്ലെന്നാ തോന്നുന്നേ. വണ്ടി എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാറില്ലേ? മറന്നുപോയി കാണും.
വാവ്, മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കിറ്റി, മഴയുടെ ഒരു പാട്ടുപാട്. എന്ത് പറ്റി? അയ്യോ വൈപ്പർ വർക്ക് ആവുന്നില്ല. എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. വണ്ടി നിർത്തണം. ചേടാ വൈപ്പറൊക്കെ ആരാ ചെക്ക് ചെയ്യാ? പെട്രോൾ, ഓയിൽ, വെള്ളം എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ പ്രശ്നം വൈപ്പറിനല്ലേ? എന്താ പോപ്പറ്റ്, ഇപ്പൊ നീ കാരണം ഈ മഴ തീരുന്നവരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇത് മഴ സീസൺ അല്ലേ, അതുകൊണ്ട് എപ്പോഴും മഴ ഉണ്ടാവും. ഒന്ന് ആലോചിച്ചൊക്കെ, മഴ വിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. കഴിക്കാനും കുടിക്കാനും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അടുത്താണെങ്കിൽ ഒരു ഹോട്ടലും ഇല്ല. പിന്നെ ഇത് പിക്നിക് ആയിരിക്കില്ല, പാനിക് അറ്റാക്ക് ആയിരിക്കും. പോപ്പറ്റ്, ഇതിനൊക്കെ നീയാണ് കാരണം. ലോയിൽ നമ്മൾ എങ്ങനെയാണോ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നത്, അതേപോലെ ബൈൽവാൻമാരും എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഒരു ഭയങ്കരമായ ബൈൽവാൻ കൂടെ ഉള്ളപ്പോ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ആ ഭയങ്കരനായ ബൈൽവാൻ ജോർദാറാണ്. താങ്ക് യു. കേട്ടോ പിങ്കി, നീ കേട്ടോ? അതിനീ ഫയൽമാൻ എന്ത് ചെയ്യാനാ? വീട്ടിലെ ജോർദാറാണ് ജനലൊക്കെ തുടയ്ക്കുന്നത്. ഇപ്പൊ ബോണറ്റിലിരുന്നോണ്ട് വിൻസ്ക്രീനും ജോർദാർ വേണം തുടയ്ക്കാൻ. ഇല്ല, പറ്റില്ല പറ്റില്ല, ഞാൻ താഴെ വീട് പോവും. നീ വീഴത്തൊന്നുമില്ല. വണ്ടിയിൽ കയറുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ കെട്ടിയിടാം. നീ നിന്റെ വാല് കൊണ്ട് വൈപ്പർ പോലെ തുടച്ചുകൊണ്ടേയിരുന്നോ? വാവ് ഹണി, നിന്റെ ഇന്റലിജന്റ് ഐഡിയക്ക് നന്ദി. ഞാനൊരു ഇന്റലിജന്റ് ആയ കഴുതയാണ്. പോപ്പറ്റിനെ എതിർക്കുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കണം ജോർദാർ. ഐസ് കഷ്ണങ്ങൾ വീഴുന്നു. ശരിക്കുള്ള ബൈൽവാൻമാർ ബോംബ് കണ്ടുപോലും പേടിക്കില്ല. ഐസ് കണ്ടെങ്ങനെ പേടിക്കുന്നേ? ശരിയല്ലേ പിങ്കി? എനിക്കും പേടിയില്ല. ഓടിക്ക്. മഴ നിന്നു. ഇത് മോൺസൂൺ സീസൺ ആണ് സോദാർ, അതുകൊണ്ട് വീണ്ടും മഴ വരും. അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരിക്ക്. അയ്യോ, എന്തൊരു കഷ്ടം. വീണ്ടും ട്രാഫിക് വന്നല്ലോ. അതെ, ഇവിടെ പാനി ബർസെ വാട്ടർഫോളിന് ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് ആ റൂട്ടിലേക്കൂടെ പോകാം. സോർദാറിന് അകത്തേക്ക് ആക്കിക്കോ. മഴ വന്നാൽ വീണ്ടും കെട്ടിവെക്കാം. താങ്ക് യു പിങ്കി. അരമണിക്കൂറിൽ നമ്മൾ വാട്ടർഫോൾസ് എത്തും. ബണ്ണി, ഇത് എന്തൊരു വഴിയാ ഇത്? ആദ്യ റോഡ് നന്നായിരുന്നു, ഇപ്പൊ മഴ കാരണം ഇങ്ങനെ ആയതാ. ഓ, വണ്ടി കുഴിയിൽ വീണു. ഇനിയിപ്പോ വണ്ടി തള്ളണം. നിങ്ങൾ എന്തിനു വണ്ടി തള്ളണം? ഞങ്ങളില്ല, നിങ്ങൾ തന്നെ വണ്ടി തള്ളിക്കോ. വലിയ ഫയൽവാനൊക്കെയല്ലേ. ചേടാ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്നു. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ട്രാക്ടർ തന്നെ കുടുങ്ങിയാലും എളുപ്പത്തിൽ തള്ളും നമ്മളെ ഹണി ബണി. നീ പറഞ്ഞത് ശരിയാണ് പോപ്പറ്റ്. ബോണറ്റിൽ കെട്ടിവെച്ചതുകൊണ്ട് എന്റെ ഇടുപ്പൊക്കെ വേദനിക്കുന്നു. പോപ്പറ്റ് അവരെ പോയി സഹായിക്കും. നിങ്ങൾക്ക് എന്റെ ആവശ്യമേ ഇല്ല. ഇവര് രണ്ടുപേര് തന്നെ മതി. പക്ഷേ വാ ബണ്ണി, ഇല്ലെങ്കിൽ അത് കിറ്റിയുടെ മുന്നിൽ ഒരു നാണക്കേടാണ്. ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വരണോ? വേണ്ട വേണ്ട, ഇതിന് ഞങ്ങൾ രണ്ടുപേരും മതി. ഏയ് വരൂ, വേഗം വാ. വണ്ടി പുറത്തേക്ക് വന്നു. നിക്കോ, വണ്ടി അഴുക്കാവും. പിന്നെ തോത്താറാം ദേഷ്യപ്പെടും. ആ, പോപ്പറ്റ് പറയുന്നത് കാര്യാ. പിന്നെ ഞങ്ങള് ഫുട്ബോളിൽ നിന്ന് വരണോ? ഇല്ല, മേലെ കയറിയിരിക്കേ. വാട്ടർഫാൾസിൽ കുളിച്ചിട്ട് വണ്ടി കയറിയിരിക്കേ, കേട്ടോ? എന്ത്, റോഡൊക്കെ മോശമാണല്ലോ. ഞങ്ങള് താഴെ വീണാലോ? കയറില്ലേ? ഇപ്പൊ നിങ്ങൾ മേലെയുണ്ട്, സ്റ്റെയറിംഗ് എന്റെ കയ്യിലാണ്. ഓൾ ദ ബെസ്റ്റ്.
നമ്മൾ എത്തിയല്ലോ. ഓണോ ഇവിടെ എന്തൊരു തിരക്കാ. പിക്നിക് വേണ്ട, ഇവിടെ എങ്ങനെ കുളിക്കാനാ? എന്തൊരു തിരക്കാ ഇവിടെ. വാ നമുക്ക് തിരിച്ചു പോവാം. അതെ കിറ്റി, ഇവിടെ അടുത്ത് റിംജിം വാട്ടർഫാൾസ് ഉണ്ട്. അതങ്ങ് മുകളിലായോണ്ട് ആരും പെട്ടെന്ന് പോവില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവരുടെ വാക്ക് കേട്ട് വന്നത് തെറ്റായി പോയി. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വൗ, എന്തൊരു നല്ല സ്ഥലം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇത് മൊത്തം നമ്മുടെ സ്ഥലാ. ഓ, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മിസ്സായേനെ. മനോഹരമായ സ്ഥലം. അതെ, ഇത്തവണത്തെ മൺസൂൺ ട്രിപ്പ് ഒരിക്കലും മറക്കാനാവില്ല. ശരിയാ, ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങള് പെട്ട പാടുണ്ടല്ലോ, അത് മറക്കാനേ പറ്റില്ല. എനി ഡൗട്ട്? പൂപ്പട്ട്, നീയല്ലേ പറയാറ് ടീം വർക്ക് നെവർ ഫെയിൽ.